കുടിവെള്ളക്ഷാമത്തിന് അറുതി വേണം. ആലപ്പുഴ നഗരത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടും വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചും നഗരസഭ LDF പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ നഗരത്തിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നും കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടാണ് നഗരസഭ LDF പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി പമ്പ് ഹൗസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചായിരുന്നു സമരം. ആലിശ്ശേരിയിലെ വാട്ടർ അതോറിറ്റി പമ്പ് ഹൗസിലേക്ക് LDF കൗൺസിലർമാർ മാർച്ച് നടത്തി. കുടിവെള്ള പദ്ധതികൾ അതിവേഗത്തിൽ പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് പാർലമെന്ററി പാർട്ടി ലീഡർ VG വിഷ്ണു പറഞ്ഞു. പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അടിസ്ഥാന പ്രശ്നങ്ങൾ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പരിഹരിക്കാൻ, അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ, അവർക്കുണ്ടാകുന്ന വിഷമതകൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന നിലയിലാണ് ജനപ്രതിനിധികളുടെ നിലയിൽ എന്നെയും ഇവിടെ നിൽക്കുന്ന ഈ ബാക്കിയുള്ള ജനപ്രതിനിധികളെല്ലാം തെരഞ്ഞെടുത്തയച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം വായു പോലെ തന്നെയാണ് വെള്ളവും. അത് കൃത്യമായി കിട്ടിയില്ല എങ്കിൽ നമുക്കറിയാം, ആലപ്പുഴയിലെ വെള്ളത്തെ സംബന്ധിച്ചെല്ലാം വലിയ ആക്ഷേപങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന സമയത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കടപ്പുറയിൽ നിന്ന് പത്തനംതിട്ടയിലെ കടപ്പുറയിൽ നിന്നുള്ള വെള്ളം ആലപ്പുഴയിൽ എത്തിച്ച് ഈ ഒരു പദ്ധതി സമഗ്രമായൊരു കുടിവെള്ള പദ്ധതി ആലപ്പുഴ നടപ്പിലാക്കുന്നത്. ആ പദ്ധതി ഇന്നും ആ അർത്ഥത്തിൽ, അർഹിക്കുന്ന അർത്ഥത്തിൽ പൂർണ്ണമായ തോതിൽ നമുക്ക് നടപ്പിലാക്കാൻ കഴിയുന്നുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കയും സംശയവും അതേ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഇതിന് അടിയന്തരമായ പരിഹാരമുണ്ടായില്ലെങ്കിൽ അതിശക്തമായ വികസന പ്രക്ഷോഭം ഈ ഓഫീസ് കോമ്പൗണ്ടിലേക്കും ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിലേക്കും എല്ലാം സമരങ്ങളുമായി ഞങ്ങൾ വരും. ഇവിടുത്തെ ഒരു പ്രവർത്തനങ്ങളും തടസ്സപ്പെടാൻ കഴിയുന്നതിൽ ഒറ്റ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്ത രീതിയിലേക്കുള്ള പ്രതിഷേധവുമായിട്ടായിരിക്കും ഇനി ഇതിന് മുമ്പിലേക്ക് വരുന്നത്. അമൃത് പദ്ധതിയുടെ ഭാഗമായി 1000-ഓളം കുടുംബങ്ങൾക്ക് ഇനിയും കുടിവെള്ള കണക്ഷൻ ലഭിച്ചിട്ടില്ലെന്നും പൊതുടാപ്പുകൾ അടച്ചതിനെ തുടർന്ന് നിരവധി കുടുംബങ്ങൾക്ക് ശുദ്ധജലം ലഭിക്കാത്ത സാഹചര്യമാണുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരള കോൺഗ്രസ് എം കക്ഷി നേതാവ് ബിന്ദു തോമസ് അധ്യക്ഷത വഹിച്ചു. CPI പാർലമെന്ററി പാർട്ടി നേതാവ് ബീന ജോസഫ്, മുൻ നഗരസഭാ അധ്യക്ഷരായ KK ജയമ്മ, സൗമ്യ രാജ്, കൗൺസിലർമാരായ G ശ്രീജിത്ത്, എൽമായ, AS കവിത തുടങ്ങിയവർ സംസാരിച്ചു.